ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ ബൈറ്റ്സ്. നമ്മളെന്നും പപ്പടം നോർമലായിട്ട് പൊരിച്ചല്ലേ കഴിക്കുന്നത്. നമുക്കിന്ന് പപ്പടം വെച്ചിട്ട് വെറൈറ്റി ആയിട്ടൊരു വിഭവം ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ പപ്പടം നുറുക്കി അത് നമ്മൾ നോർമലായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മളിത് ഒരു 4 പപ്പടം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നുറുക്കി നമ്മൾ വറുത്തെടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായ അരപ്പുണ്ടാക്കുന്നു. അതിനാവശ്യമായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു വലിയ പച്ചമുളക് ഇടുന്നു. ഒരു ചുമന്നുള്ളി, 1-2 ചുമന്നുള്ളി ഇടുന്നു. അതിനുശേഷം നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നു. ഇനി നമുക്ക് കറിയിലേക്ക് പോകാം. നമ്മൾ പാത്രം വെക്കുന്നു, എണ്ണ ചൂടാകുന്നു. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നു. ഈ സവാള നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നു. നമ്മൾ ചിക്കനൊക്കെ മൂപ്പിക്കുന്ന പോലെ ഇതൊരു റോസ് കളറിലേക്ക് മൂപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം നമുക്കൊരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഒരു കറിക്ക് നമുക്കൊരു കളറ് കുറവ് തോന്നുന്നു. അതുകൊണ്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നു. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നമ്മളിത് ഇളക്കിയെടുക്കുന്നു. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പപ്പടം ഇടുന്നു. സോ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി പപ്പടം തോരനായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പപ്പടം നമുക്ക് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാം. എല്ലാവരും ട്രൈ ആക്കി നോക്കുക. സോ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പപ്പടം തോരൻ. Okay, bye, take care.